ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിന് പകരം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇളവ് നൽകിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം തന്നെയാണ്. ആ രീതിയിലേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. അവസാനം ഇന്ത്യയുടെ മുന്നിൽ ട്രംപ് മുട്ടുമടക്കി. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഏകദേശം 90% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40 മുതൽ 50% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങൽ ഗണ്യമായി കുറച്ചതിന് ശേഷം നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് എണ്ണ വിതരണത്തിന്റെ ആഘാതം ഇത് വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കൂടാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ പോലുള്ള മറ്റ് ബദലുകൾ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയുടെ കടൽ മാർഗമുള്ള അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ട്രംപ് ഭരണകൂടം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് 25% പിഴത്തീരുവ ചുമത്തിയത്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ അന്തിമ രൂപീകരണം റഷ്യയുടെ അസംസ്കൃത എണ്ണ സംഭരണം ഇന്ത്യ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലുക്കോയിലിനും US ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യൻ റിഫൈനറികൾ ഈ വാങ്ങലുകൾ കുറയ്ക്കാൻ തുടങ്ങി. ഇത് ഇന്ത്യ US ഒരു വ്യാപാര കരാർ ഉറപ്പിക്കാൻ സഹായിച്ചു എന്നത് മാത്രമല്ല, അതിന്റെ കീഴിൽ താരിഫ് 18% അമേരിക്ക കുറയ്ക്കുകയും ചെയ്തു. എന്നിരുന്നാലും ട്രംപിന്റെ താരിഫുകൾ റദ്ദാക്കിയ US സുപ്രീം കോടതി വിധിയോടെ വ്യാപാര കരാർ ഇതുവരെ അന്തിമമായിട്ടില്ല. റഷ്യ ക്രൂഡ് വാങ്ങുന്നത് നിർത്തുമെന്ന് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഫെബ്രുവരിയിൽ റഷ്യയുടെ ക്രൂഡിന് ഇന്ത്യക്ക് 25% പിഴത്തീരുവ US എടുത്തു കളഞ്ഞിരുന്നു. താരിഫ് ഉയർത്തൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങലുകൾ പൂർണ്ണമായും നിർത്തുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ട്രംപ് ഭരണകൂടം അന്ന് പറഞ്ഞിരുന്നു. ഇത് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകാൻ സഹായിക്കുന്നുവെന്നാണ് അന്ന് US ഒരു അവകാശമായി പറഞ്ഞിരുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള തീരുമാനങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ താൽപ്പര്യങ്ങളുടെയും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഓപ്ഷനുകൾ ലഭ്യമാക്കുന്നിടത്തെല്ലാം നയിക്കപ്പെടുമെന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. അതായത് ഇന്ത്യക്ക് എവിടെ നിന്നൊക്കെ വില കുറച്ച് ക്രൂഡ് ഓയിലുകൾ വാങ്ങാൻ പറ്റുമോ അതെല്ലാം ഇന്ത്യ വാങ്ങും. എന്നാൽ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ കുറഞ്ഞു വരികയാണെന്നാണ് യഥാർത്ഥ കാര്യം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണം ഒരു തിരിച്ചടി ആയതിനാൽ ഇന്ത്യ സംവിധാനം ഉപയോഗിക്കുകയാണ്. എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാൻ റഷ്യ ഇതിനകം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. US ഇളവ് ഉടനടി ആശ്വാസം നൽകുന്നുണ്ട് എന്നാണ് വിശകലന വിദഗ്ധർ തന്നെ പറയുന്നത്. എന്നിരുന്നാലും അടിസ്ഥാനപരമായ ദുർബലത ഇതിനുണ്ട്. ആഗോള വിപണിയിലേക്ക് എണ്ണ തുടർന്നും ഒഴുകുന്നത് ഉറപ്പാക്കാൻ ഇന്ത്യൻ റിഫൈനർമാർക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നതിന് ട്രഷറി വകുപ്പ് താത്കാലിക 30 ദിവസത്തെ ഇളവാണ് നൽകിയിട്ടുള്ളത്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് മാത്രമേ ഇത് അംഗീകാരം നൽകുന്നുള്ളൂ എന്നതിനാൽ ഈ മനഃപൂർവ്വ ഇസ്രകാല നടപടി റഷ്യൻ സർക്കാരിന് കാര്യമായ സാമ്പത്തിക നേട്ടമൊന്നും തന്നെ നൽകില്ല. ഇന്ത്യ അമേരിക്കയുടെ ഒരു ആവശ്യ പങ്കാളിയാണ്. കൂടാതെ ഡൽഹിയിൽ US എണ്ണ വാങ്ങൽ വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നുവെന്നാണ്, അതായത് ഇന്ത്യ പൂർണ്ണമായും വാങ്ങുന്നത് പ്രതീക്ഷിക്കുമെന്നാണ് അമേരിക്ക പറഞ്ഞത്. ആഗോള ഊർജ്ജത്തെ ബന്ദികളാക്കാനുള്ള ഇറാൻ ശ്രമം മൂലമുണ്ടാകുന്ന സമ്മർദ്ദവും ഈ താത്കാലിക നടപടി ലഘൂകരിക്കുകയാണ്.